ആരവേ 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 എഴുന്നേക്ക്. ആരവേ ആരവേ എഴുന്നേക്ക്. ആരവ് ആരവേ നിനക്ക് എന്താടാ പറ്റിയേ? നീ എന്തെങ്കിലും ഒന്ന് പറ, ഞങ്ങളിങ്ങനെ വിഷമിപ്പിക്കാതെ. അരവേ ഞങ്ങൾ നിന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോട്ടെ. പെട്ടെന്ന് നീ തലകറങ്ങി വീണത് എന്താന്ന് അറിയണ്ടേ? വേണ്ട, എന്നെ നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോണ്ട, കൊണ്ടുപോകരുത്. എനിക്ക് അങ്ങോട്ട് പോണ്ട. എന്താ നിന്റെ ആരോഗ്യ പ്രശ്നം അറിയണ്ടേ? എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ കുറച്ചേരൊന്ന് കിടന്നോട്ടെ. നിങ്ങളെല്ലാവരും ഒന്ന് പോവൂ പ്ലീസ്. പ്ലീസ് ഒന്ന് പോയേ. ശരി, നീ വിശ്രമിക്ക. നമുക്ക് കുറച്ചു കഴിഞ്ഞ് സംസാരിക്കാം. വാ. വെറുതെ താൻ പൊക്കോ, എനിക്ക് ഒന്നുമില്ല. ശരിക്കും നിനക്ക് എന്താ സംഭവിച്ച? ഞാനിത് പിന്നീട് പറയാം. താനിപ്പോ പോ. എന്താ സംഭവിച്ചെന്ന് അവൻ പറയുന്നില്ലല്ലോ. എടി, ഞാൻ സംശയിച്ച പോലെ ആരെങ്കിലും എന്തെങ്കിലും അസുഖമുണ്ടോ? എന്തെങ്കിലും അസുഖം ഉണ്ടോന്ന് അറിയണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോയാലേ അറിയാൻ പറ്റൂ. അതിന് അവൻ തയ്യാറല്ലല്ലോ. അവൻ തയ്യാറാണെങ്കിൽ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള അസുഖമൊന്നും അവനില്ല. നമ്മുടെ കൺമുമ്പിലല്ലേ അവൻ തല ചുറ്റി വീണത്. അതൊരു അസുഖമായിരിക്കില്ലേ? ഷൈനി പ്ലീസ്, നീ അങ്ങനെ പറയാതെ. ആരവിനെ ഒരു രോഗബാധിതനായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവനങ്ങനെ കാണാൻ എനിക്ക് കഴിയുന്നുമില്ല. ഇന്നിനിയും ആരും അവനോടൊന്നും ചോദിക്കണ്ട. നാളെ രാവിലെ നമുക്ക് എല്ലാം ചോദിക്കാം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകും ചെയ്യാം. എനിക്ക് ശരീരത്തിൽ തുടരാൻ കഴിയില്ല. ഞാൻ പിടിക്കപ്പെട്ട നശിപ്പിക്കപ്പെടും. അത് പാടില്ല. ലക്ഷ്യം കാണാതെ ഞാൻ നശിക്കപ്പെടാൻ പാടില്ല.
ഉം.